ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വോട്ടർ ഐ ഡി കാർഡിന്റെ ഫോം 8, അതായത് നമുക്ക് തിരുത്തലുകൾ, കറക്ഷനുകൾ, കാര്യങ്ങളൊക്കെ വരുത്താനുള്ള ഫോം 8 എങ്ങനെ നമുക്ക് ഫില്ലപ്പ് ചെയ്യാം, എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചു തന്നിരുന്നു. പുതിയ വോട്ടർ ഐ ഡി കാർഡിന്റെ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചു തന്നിരുന്നു. നമ്മുടെ തന്നെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ. അങ്ങനെ സൈനപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ കൊടുത്തിരിക്കുന്ന ഐ ഡി പാസ്വേഡുകൾ ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ ക്യാപ്ച എൻ്റർ ചെയ്ത് റിക്വസ്റ്റ് OTP വെരിഫൈ ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിലോട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ടാവും. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് കറക്ഷൻ ആണെന്ന് കരുതുക. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കറക്ഷൻ ആവശ്യമുള്ളത് ഫോം 8 ആണ്. ഫോം 8 എന്നുള്ള സെക്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മളോട് ചോദിക്കുമ്പോൾ ഇവിടെ സെൽഫ് ആണോ അല്ലെങ്കിൽ അതർ ആണോ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നിർബന്ധമായിട്ടും അതർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ടാണ് ഐ ഡി ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് സെൽഫ് നമ്മുടെ വോട്ടർ ഐ ഡി നമ്പർ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. സോ കൃത്യമായിട്ട് അവിടെ അതർ തന്നെ കൊടുത്ത് സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ കൊടുക്കുന്ന എപ്പിക് നമ്പർ ഉപയോഗിച്ചിട്ടുള്ള ആളുകളുടെ പേര് ഇവിടെ കാണിക്കും. അത് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക. ശേഷം ഓക്കെ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. എന്താണ് നമ്മൾ അപേക്ഷ കൊടുക്കാൻ പോകുന്നത്? ഷിഫ്റ്റിംഗ് ഓഫ് റെസിഡൻസ്, കറക്ഷൻ എൻഡേഴ്സ് ഇൻ എക്സിറ്റിംഗ് ഇലക്ട്രിക് റോൾ എന്നുള്ള ഓപ്ഷൻ, റീപ്ലേസ്മെന്റ് എപ്പിക് വിത്തൗട്ട് കറക്ഷൻ, റിക്വസ്റ്റ് ഓഫ് മാർക്കിംഗ് പേഴ്സൺ വിത്ത് ഡിസാബിലിറ്റി. 4 ഓപ്ഷനാണ് നമുക്കുള്ളത്. അതിൽ തിരുത്തലുകൾ വരുത്താനായിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് എന്താണോ തിരുത്തൽ വരുത്തേണ്ടത് ആ തിരുത്തൽ വരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റുകളാണ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നെയിം തിരുത്തുന്നുണ്ടെങ്കിൽ നെയിം കറക്ഷനുള്ള ഡോക്യുമെന്റ് ആയ ആധാർ കാർഡ് സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം. ഇനി ഫോട്ടോ മാറ്റാനാണെങ്കിൽ ഒരു ഫോട്ടോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അഡ്രസ് ആണെങ്കിൽ അഡ്രസ് പ്രൂഫ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ആളുടെ പേര് കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. ആധാർ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കത് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് എന്താണ് മാറ്റം വരുത്തേണ്ടത്? നെയിം ആണോ, ജെൻഡർ ആണോ, ഡേറ്റ് ഓഫ് ബർത്ത് ആണോ, റിലേഷൻ ആണോ, റിലേറ്റീവ് നെയിം ആണോ, മൊബൈൽ നമ്പർ ആണോ, അഡ്രസ് ആണോ, എന്താണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്? നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ നമ്പറാണ് തിരുത്തുന്നത്. സോ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പുതിയതായിട്ടുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. സെൻഡ് OTP എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. മൊബൈലിലേക്ക് വന്നിരിക്കുന്ന OTP വെരിഫൈ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ തിരുത്താനായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഡോക്യുമെന്റിന്റെ ആവശ്യമൊന്നുമില്ല. വെരിഫൈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. മറ്റുള്ള എന്ത് തിരുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഫോട്ടോ ആണെങ്കിൽ നമുക്ക് മൊബൈൽ നമ്പറിന്റെ കൂടെ ഫോട്ടോ കൂടി തിരുത്തണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ കൂടി നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ നമ്മുടെ പുതിയ ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പ്ലേസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ സമർപ്പിക്കുന്ന സ്ഥലം ഏതാണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോമുകൾ ഇവിടെ കൃത്യമായിട്ട് കാണിക്കും. കസ്റ്റമർക്ക് ഫോമുകൾ വേണമെന്നുള്ളത് വെരിഫൈ ചെയ്യിപ്പിക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. യെസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് ഒരു അപേക്ഷ നമ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്തതായിട്ട് കാണിക്കും. ഡൗൺലോഡ് അക്നോളജ്മെന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന്റെ ഫോം അല്ലെങ്കിൽ നമ്മൾ സമർപ്പിച്ചതിന്റെ ഫോം 8ന്റെ ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ വോട്ടർ ഐ ഡി കാർഡിൽ എന്ത് രീതിയിലുമുള്ള കറക്ഷനുകൾ നമ്മൾ അപേക്ഷ കൊടുക്കുന്നത്.